അപ്പോൾ നമ്മൾ പറഞ്ഞു ബി.ജെ.പിയുടെ ആത്മവിശ്വാസം അല്ലേ. ഇനി യു.ഡി.എഫിൻ്റെ ഇടത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. യു.ഡി.എഫ് തർക്കങ്ങൾ തുടരുകയാണ്. എം പിമാർക്ക് മത്സരിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞതായി വാർത്തകൾ വന്നു. ചിലർ ഇപ്പോഴേ സ്ഥാനാർത്ഥിയാകാനുള്ള മോഹം കാരണം AICC ആസ്ഥാനത്ത് കറങ്ങി നടപ്പുണ്ട്. KC വേണുഗോപാലിന് ചുറ്റും കുറേ പേരുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് സംഭവിക്കുക? വളരെ നേരത്തെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുമെന്ന് പറഞ്ഞതാണ്. ഫെബ്രുവരിയിൽ മാർച്ച് പകുതി ആവുന്നു. അപ്പോൾ എന്താണ് തർക്കം ഈ അടുത്തൊന്നും തുടങ്ങിയതുമല്ല. അപ്പോൾ എന്താണ് യു.ഡി.എഫിൽ സംഭവിക്കുന്നത് നോക്കാം. സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിനുള്ളിലെ തർക്കത്തിൽ ഘടകകക്ഷികൾക്ക് എതിർപ്പ്. കഴിഞ്ഞ യു.ഡി.എഫ് മുന്നണി യോഗത്തിൽ സ്ഥാനാർത്ഥികൾ ഉടൻ പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഇതുവരെ സ്ഥാനാർത്ഥി നിർണയം പോലും പൂർത്തിയാകാത്തതിനാലാണ് പ്രതിഷേധം. ഇതോടെ ഘടകകക്ഷികൾക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. വിവരങ്ങളുമായി ശാലിനി ഒപ്പം ചേരും. ശാലിനി, യു.ഡി.എഫിൽ ഇത് ആദ്യമായൊന്നുമല്ല. അത് ചരിത്രം പരിശോധിച്ചാൽ എപ്പോഴും എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ സ്ഥാനാർത്ഥി മോഹികളുടെ എണ്ണം വളരെ കൂടുതലാണ്. തർക്കമുണ്ടാകാറുണ്ട്. ആ തർക്കത്തിൻ്റെ പേരിൽ തോൽപ്പിച്ച് വീട്ടിലിരുത്താറുണ്ട്. അതൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഇത്തവണ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാവില്ലെന്ന ആത്മവിശ്വാസമാണ് തലയെടുപ്പോടെ V.D. സതീശൻ പറഞ്ഞത്. പക്ഷേ എല്ലാം പാളി. ഇവിടെ ഫെബ്രുവരിയിൽ സ്ഥാനാർത്ഥി ആദ്യത്തെ പട്ടിക ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു കാര്യങ്ങൾ? ആകെ പ്രശ്നമാണല്ലോ. ഘടകകക്ഷികൾക്ക് പോലും ഇപ്പോൾ ഈ വിഷയത്തിൽ അതൃപ്തിയാണ്. അതായത് ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ റെഡിയാണ്, അത് പ്രഖ്യാപിക്കാനുള്ള അവസരം പോലും നിങ്ങൾ തരുന്നില്ല. ആദ്യം നിങ്ങളൊന്ന് ഈ തർക്കമൊക്കെ അവസാനിപ്പിച്ച് പട്ടികയിലേക്ക് വരൂ എന്ന് ഘടകകക്ഷികൾക്ക് പോലും പറയേണ്ടി വരുന്ന അവസ്ഥയാണ്. ഘടകകക്ഷികൾ ഉദ്ദേശിക്കുന്നത് ഈ ഒന്നോ രണ്ടോ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന കക്ഷികൾ പോലും ഇവരോട് വിയോജിപ്പറിയിക്കുകയാണ്, ഇത് പറ്റില്ല എന്ന്, അല്ലേ? തീർച്ചയായും കൃഷ്ണരാജ്, അങ്ങനെ തന്നെയാണ്. കാരണം കല്ലുകടി തുടരുകയാണ്. ചർച്ചകൾ പലതും പരാജയമാവുകയാണ് യു.ഡി.എഫിനെ സംബന്ധിച്ചിടത്തോളം. ഫെബ്രുവരി ആദ്യവാരത്തോട് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി ഓരോ മണ്ഡലങ്ങളിലും പ്രചരണം തുടങ്ങുമെന്നൊക്കെ ആയിരുന്നു ആദ്യഘട്ടങ്ങളിൽ കോൺഗ്രസ് നേതൃത്വം പറഞ്ഞിരുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ചർച്ചകളും തുടങ്ങി. പക്ഷേ ആ ചർച്ചകൾ തുടങ്ങി അന്ന് മുതൽ തന്നെ തർക്കങ്ങളും തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 140 മണ്ഡലങ്ങളിലും ആ തർക്കം നിൽക്കുന്നുണ്ട്. കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ പല ഘടകകക്ഷികളും, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്തുള്ള പല ഘടകകക്ഷികളും അവരുടെ സ്ഥാനാർത്ഥികൾ നിർണയം പൂർത്തീകരിച്ചിട്ടുണ്ട്, ചെറിയ കക്ഷികളൊക്കെ. പക്ഷെ അതുപോലും പ്രഖ്യാപിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലേക്ക് യു.ഡി.എഫിലെ തർക്കങ്ങൾ തുടരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. തിരുവനന്തപുരം സീറ്റ് NCPക്ക് വിടുന്നത് അടക്കം, CMPക്ക് വിടുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ തുടരുകയാണ്. CP ജോർജിനെ തിരുവനന്തപുരത്ത് മത്സരിക്കുകയാണെങ്കിൽ ഒരു വിഭാഗം പാർട്ടി വിടുമെന്നൊക്കെയുള്ള മുന്നറിയിപ്പ് ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട്. തുടർന്ന് കൊല്ലം ജില്ലയിലേക്ക് എത്തുകയാണെങ്കിലും പല മണ്ഡലങ്ങളിലും, കൊല്ലം അടക്കമുള്ള മണ്ഡലങ്ങളിലും ആ ഒരു തർക്കം തുടരുന്നുണ്ട്. സീറ്റ് വേണം മത്സരിക്കാനായി മത്സര രംഗത്തേക്ക് MP-മാർ വരുന്നു എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ ഉയർന്നതോടുകൂടിയാണ് ആ തർക്കം രൂക്ഷമാകുന്നത്. KC വേണുഗോപാൽ അടക്കമുള്ളവർ ഒരു സുരക്ഷിത മണ്ഡലം ലക്ഷ്യമാക്കി നീങ്ങുന്നുണ്ട് എന്നുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഈ തർക്കം മറന്നേക്ക് പുറത്തേക്ക് വരുന്നത്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമൊക്കെ വരാൻ ദിവസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അതിനിടയിലാണ് ഇത്തരത്തിൽ സ്ഥാനാർത്ഥി നിർണയം ഒന്നും തന്നെ പൂർത്തിയാകാതെ, അല്ലെങ്കിൽ ആരാണ് എന്നുള്ളൊരു സാധ്യതാ പട്ടിക പോലും തയ്യാറാക്കാൻ കഴിയാത്ത രീതിയിലേക്ക്, പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മാത്രമല്ല, ഇന്നലെ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം കേരളത്തിലെത്തി വലിയ രീതിയിൽ പ്രചരണ രംഗത്ത് NDA മുന്നിലെത്തിയൊരു സാഹചര്യമുണ്ട്. ആ ഘട്ടത്തിൽ പോലും ഒരു സ്ഥാനാർത്ഥിയെ ഒരു മണ്ഡലത്തിൽ ഇദ്ദേഹമാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥിയെന്ന് ഉറച്ചു പറയാൻ പോലും യു.ഡി.എഫിന് കഴിയുന്നില്ല. അതിൽ പ്രധാനമായും യു.ഡി.എഫിൽ ചടയമംഗലം സീറ്റ് ലീഗിന് നൽകി പുനലൂർ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കാൻ നേരത്തെ ധാരണയായതാണ്. പക്ഷേ അക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഇതുവരെ എടുക്കാൻ സാധിച്ചിട്ടില്ല. കൂടാതെ തന്നെ സീറ്റ് കോൺഗ്രസിന് ലഭിക്കുമെന്ന ഉറപ്പിലാണ് സ്ഥാനാർത്ഥിത്തിനായി യുവനിരയിൽപ്പെട്ടവർ പലരും ആ മണ്ഡലത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. പക്ഷേ പാർട്ടി ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു തീരുമാനം എടുക്കാത്തത് കാരണം അവിടെയും ആശയക്കുഴപ്പങ്ങൾ തുടരുകയാണ്. കൂടാതെ തന്നെ കൊല്ലം ജില്ലയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഇടമാണ് പുനലൂർ. അവിടെ പുനലൂർ നഗരസഭയും ആര്യങ്കാവ്, തെന്മല, കുളത്തൂപ്പുഴ അടക്കമുള്ള മേഖലകളിലും വിപ്പെടുന്നതാണ് ഈ പുനലൂർ നിയോജക മണ്ഡലം എന്നുള്ളത്. അവിടെ വിഭജനമല്ല, സീറ്റ് സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നില്ല. എന്തുകൊണ്ട് നിങ്ങൾ വൈകുന്നു എന്ന് ചോദിച്ച് ഘടകകക്ഷികൾ മുറുമുറുപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ യു.ഡി.എഫിൽ, കോൺഗ്രസിൽ അല്ലെങ്കിലേ പ്രശ്നമാണ്, ഇപ്പോൾ യു.ഡി.എഫിലും അതൊരു പ്രശ്നമായി മാറുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലിനി.